ദിവസമായിട്ട് എനിക്ക് ബർഗർ തിന്നണമെന്ന് നല്ല മോഹം ഉണ്ടായിരുന്നു. നമ്മുടെ ലോസ് ആൻഡോസിലാണെങ്കിൽ പുതിയ ബർഗർ ഷോപ്പും കൂടി ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കെന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ ബർഗർ ഷോപ്പ് വരെ ഒന്ന് പോയിട്ട് വരാം, എന്നിട്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് വരാം. ഞാൻ പിന്നെ മൈക്കിളിനെയും ട്രവറിനെയും ഒന്നും വിളിക്കണില്ല. അവരെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല ബഡ്ജറ്റാവും. അവന്മാർ പൈസയൊന്നും ഷെയർ ഇടില്ല, അത് വേറെ കാര്യം. ഫുൾ ക്യാഷ് ഞാൻ തന്നെ കൊടുക്കേണ്ടി വരും. അതിന് നല്ലത് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടിരുന്ന് കഴിക്കണതാ. അവരുടെ കയ്യിൽ കാശാകുമ്പോൾ നമുക്ക് അവരെയും കൊണ്ട് ഒരുമിച്ച് പോവാം. ഒരു മിനിറ്റ്, ഇവിടെ ഞാൻ എന്തോ കണ്ടുല്ലോ. മുകളിൽ എന്തോ സാധനം പണിതിട്ടേക്കണ്. ഒരു മിനിറ്റ്, ഞാൻ ചെന്ന് നോക്കി നോക്കട്ടെ. ഇവിടെ മേലെ എന്തോ ഒരു സംഭവം പണിതുണ്ട്. എൻ്റെ കയ്യിൽ ഒരു സ്നൈപ്പർ ഉണ്ട്, അതിൻ്റെ സ്കോപ്പ് വെച്ച് നോക്കി നോക്കാം. സൂം ചെയ്ത് കാണാൻ പറ്റും. ഓ, മേലെ എന്തോ പണിത് വെച്ചിട്ടാ. മേലേക്ക് കയറാനുള്ള സ്റ്റെപ്പാണ് ഈ കാണുന്നത്. ഇതെന്തത്, ആരോ ആകാശത്ത് മരം നട്ട് വെച്ചേക്കണ്. എന്താണാവോ? എന്തായാലും ഇഷ്ടം പോലെ വഴിയുണ്ട് കയറാനായിട്ട്. ഈ കാണുന്ന ബിൽഡിങ്ങിൽ നിന്നാവും സ്റ്റാർട്ട് ചെയ്യണ്ടാവുക. ഇവിടെ മുമ്പിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഓ, ഇതല്ലട്ടാ, അതിൻ്റെ അപ്പുറത്തുള്ളതാ. അവിടെ നിന്ന് മിക്കവാറും സ്റ്റാർട്ട് ചെയ്യുക. നമുക്കെന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് അവിടെ വരെ ഒന്ന് ജസ്റ്റ് പോയിട്ട് വരാം. എന്താ സംഭവം എന്ന് എനിക്ക് അറിയണമല്ലോ. ആ ബിൽഡിങ് പിന്നെ വരുന്നത് ആ ബർഗർ ഷോപ്പിൻ്റെ അടുത്താണ് കേട്ടോ. പുതിയ ബർഗർ ഷോപ്പ് ഓപ്പൺ ആയില്ലേ, അതിൻ്റെ ലൊക്കേഷനും ഏകദേശം അവിടെയാണ് കാണിക്കണത്. ഈ ആകാശത്ത് ഈ സംഭവം പണിതിട്ടിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടാവുമോ? സ്വർണം വലുതുണ്ടാവോ? ട്രഷറാ അങ്ങനെ വലുതും പറയാൻ പറ്റില്ല കേട്ടാ. ഇത്രയും സ്റ്റെപ്പ് മേലേക്ക് കയറിയിട്ട് എന്തെങ്കിലും ഉണ്ടാവാണ്ടിരിക്കില്ല, അത് ഉറപ്പാ. ഓക്കെ, ഇവിടെ ഞാൻ ആ ലൊക്കേഷനിലേക്ക് എത്തിയേക്കാണ്. ഈ ബിൽഡിങ്ങിൻ്റെ മേലെയാണ് സ്റ്റെപ്പൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെയും സ്റ്റാർട്ടിങ്. നമുക്കിനി മേലേക്ക് കയറണ, കയറി വയ്യാണ്ടാവും. കയറാം, ഒന്നും നോക്കണ്ട. ഓക്കെ, ഇവിടെ ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ മേലെ എത്തിയേക്കാണ്. ഈ ബിൽഡിങ്ങിൻ്റെ മേലെ കയറാനായിട്ട് ലിഫ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് ഇനി മേലേക്ക് കയറാൻ ലിഫ്റ്റൊന്നുമില്ല, അത് സ്റ്റെപ്പ് വഴി തന്നെ കയറണം. നമുക്കപ്പോൾ കയറി തുടങ്ങാം. ഇപ്പോൾ കയറി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും മേലേക്ക് എത്തുമെന്ന് വിചാരിക്കണു. എനിക്ക് എന്താണാവോ, കയറുമ്പോൾ എൻ്റെ കാല് കിടന്ന് വിറയ്ക്കുക. ഇപ്പം തന്നെ വരച്ചിട്ട് എന്താ കാര്യം, ഇനി മേലേക്ക് കയറുമ്പോൾ എന്താവോ അവസ്ഥ. ഓക്കെ, ഇവിടെ ഞാൻ എൻ്റെ ആദ്യത്തെ ചെക്ക് പോയിന്റിലേക്ക് എത്തിയേക്കാണ്. ഇവിടെ ഒരു ചെടിച്ചട്ടി ഉണ്ടല്ലോ, അത് വീഴ്ത്തിടാൻ പറ്റുമോ? ഇത് വീഴ്ത്തിടാൻ പറ്റില്ല, അതവിടെ ഉറച്ചിട നിൽക്കണം. ഇനിയും കയറാണ്ട്, ഇഷ്ടം പോലെ കയറാണ്ട്. ഓക്കെ, ഇവിടെ ഓടി ഓടി വയ്യാണ്ടായി. കുറച്ചേരം ഇവിടെ റെസ്റ്റ് എടുക്കാം. ഒരു മിനിറ്റ്, എനിക്കവിടെ അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ കാണാണ്ട് കേട്ടാ. അല്ല, അതിൻ്റെ അപ്പുറത്ത് എന്തുണ്ടല്ലോ. ഈ ഭാഗം ഇവിടെ പുതിയതായിട്ട് വന്നതാണോ? ഇത് മറ്റേ സ്ഥലമാണ്, എന്താ പറയുക, മറ്റേ ഫിഷിങ് ചെയ്യണ സ്ഥലം. ഈ അമ്യൂസ്മെൻറ്റ് പാർക്ക് പിന്നെ മുന്നേ ഉള്ളതാ. ഇവിടെ പിന്നെ കുറച്ച് കടകളും ഉണ്ട്. ഞാൻ വിചാരിച്ചത് ഇത് പുതിയതായിട്ട് ആരോ പണിത് വെച്ചേക്കണതാ. അങ്ങനെയൊന്നല്ല. നമുക്കിനി മേലേക്ക് കയറണ്ടേ? ഇനി എന്തോരം കയറണം. ഇവിടെ നിന്ന് താഴത്തേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, കഴിഞ്ഞ ഒത്തിക്കല്. ഓക്കെ ഗൈസ്, ഇവിടെ മറ്റേ മരങ്ങളൊക്കെ ഉള്ള ഏരിയയില്ലേ, അവിടേക്ക് എത്തിയേക്കാണ് കേട്ടോ. എന്നാലും ഈ ആകാശത്ത് ആരാണോ മരങ്ങൾ നട്ടുവെച്ചത്? ഒരു മിനിറ്റ്, ഇവിടെ കുറച്ച് മനുഷ്യന്മാരുണ്ടല്ലോ. ഇതെന്തത്, ഇയാളിവിടെ ചത്തെടുക്കണ്. ഇവിടെ പിന്നെ ഒരു പോലീസുകാരൻ നിൽക്കുന്നുണ്ട്. ആ പോലീസുകാരനാണെങ്കിൽ വെറുതെ നിൽക്കുക, ഒരു ആക്ഷനും എടുക്കണില്ല. എന്താ സാറേ, മോഡയാണോ? ഇവിടെ ഒരാളെ ചത്തെടുന്നിട്ട് താനവിടെ വെറുതെ നിൽക്കുക. ഈ പോലീസുകാരനെ ഞാൻ അടിച്ചിട്ടു. അല്ല, ഇയാൾ എന്നിട്ട് അവിടെ കിടന്ന് മോങ്ങണേ. എല്ലാം ഒപ്പിച്ചിട്ട് അവിടെ കിടന്ന് മോങ്ങാൻ നിൽക്കുക. അയാളും കൂടി ഞാൻ അങ്ങനെ അടിച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെ കണ്ടില്ലേ, നമ്മൾ ഇതൊരിക്കും 50% മാത്രമേ കയറിയിട്ടുള്ളൂന്ന്. പക്ഷെ എൻ്റെ പോന്നടാവേ, ഇനിയും ഒരു 50% കൂടി മേലേക്ക് കയറണമെന്ന്. കയറി വയ്യാണ്ട് അവിടെ മിക്കവാറും ഞാൻ ജീവനോടുണ്ടാവുമെന്ന് പോലും അറിയില്ല. ഇവന്മാർക്ക് ഒരു ലിഫ്റ്റ് വെച്ചൂടെ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതിന്? നമുക്ക് കയറാം, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല.
ഓക്കെ ഗൈസ്, ഞാനങ്ങനെ ഫൈനലി മേലേക്ക് എത്തിയേക്കാണ്. ഇനി ഇവിടെ നിന്ന് എനിക്ക് സ്റ്റെപ്പൊന്നും കാണാനില്ല. എനിക്ക് തോന്നണത് ഇത് തന്നെയാണ് ഡെസ്റ്റിനേഷൻ. എനിക്ക് പിന്നെ മേലെ കുറച്ച് ആൾക്കാരും കൂടി കാണാനുണ്ട്. അവരുടെ കയ്യിൽ ഗൺസൊക്കെ ഉണ്ടല്ലോ. ഇനി ഇവിടുത്തെ ഗാർഡ്സാവോ? ഗാർഡ്സാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ കിൽ ദ എനിമീസ് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നണത് ഇവന്മാരെ കൊല്ലണമെന്നാ. അതിലിപ്പോൾ എന്താ, നമുക്ക് ഇവന്മാരെ അങ്ങ് തട്ടിക്കളയാം. എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ വെപ്പൺസ് ഉണ്ട്. എല്ലാത്തിനും അങ്ങ് തീർത്തളയാം. ഇതെന്തത്? എനിക്ക് ഇവന്മാരെ കൊല്ലാൻ പറ്റണില്ല. ഇവന്മാർ നല്ല ബുള്ളറ്റ് പ്രൂഫ് ഡ്രസ്സാണ് ഇട്ടേക്കണത്, അതുകൊണ്ടാവും. ചിലവർ പക്ഷെ ബുള്ളറ്റ് പ്രൂഫ് അല്ല, അവരെയും കൂടി കൊല്ലാൻ പറ്റണില്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ സംഭവം വെച്ചിട്ട് വിടാം. അന്നേരം ആരും ചാവാണ്ടിരിക്കില്ല. എനിക്ക് ഇവന്മാരെ കൊല്ലണമെന്ന് താല്പര്യമൊന്നുമില്ല, കാരണം ഇവന്മാരെന്നൊന്നും ചെയ്യണില്ല. ഞാൻ കയറി വന്നപ്പോൾ ഇവിടെ എഴുതി വെച്ചതാണ് കിൽ ദ എനിമീസ് എന്ന്. അതുകൊണ്ട് മാത്രം ഞാൻ ഇവന്മാരെ കൊല്ലണുള്ളൂ. ഇവിടെ കുറച്ച് പേര് താഴത്തേക്ക് പോയിട്ടുണ്ട്. ഇപ്പുറത്തും കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. അവരെയും കൂടി അങ്ങ് കൊന്നുകളയാം. ഓക്കെ, ഇവിടെ ഞാൻ എല്ലാത്തിനെയും അങ്ങ് തീർത്തളഞ്ഞു. ഒക്കെ അതേ താഴത്തേക്ക് പോയി. അല്ല പിന്നെ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ അവിടെ? ഓർത്തത് എവിടെ നിൽക്കണ്ടല്ലോ. എന്താ ബ്രോ, മൊടയാണോ? അവരെന്താ താഴത്തേക്ക് പോയി. അങ്ങനെ ഇവിടെ ഉള്ളവന്മാരെ ഞാൻ തീർത്തളഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നണത് ഇവിടെ നിന്നും മേലേക്ക് കയറി പോകേണ്ടി വരില്ല എന്നാ. ഇവിടെ ചെറുതായിട്ട് പാർക്കൂർ പോലത്തെ സംഭവമുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങനെ മേലേക്ക് കയറുക, ഇവിടെ നിന്ന് മേലേക്ക് കയറാനുള്ള വഴിയൊന്നും എനിക്ക് കാണാനില്ല. എനിക്ക് തോന്നണത് ഇത് തന്നെയാണെന്ന് അവസാനം. ഞാനിപ്പോൾ എന്താ പറയുക, സ്വർഗത്ത് എത്തിയ പോലെയുണ്ട്. ഇതിനും ഭേദം ചത്തിട്ട് സ്വർഗത്തേക്ക് വരണതാ. എനിക്കിപ്പോൾ ഇവിടെ നിന്ന് മൊത്തം ലോസ് ആൻഡോസ് കാണാൻ പറ്റും. ലോസ് ആൻഡോസ് അല്ല, മൊത്തം GTA മാപ്പ് കാണാൻ പറ്റും. ഇതിലെവിടെ എൻ്റെ വീട്? എൻ്റെ വീട് അവിടെ, അത് കാണാൻ പറ്റുമോ? ഒരു ഡാമിൻ്റെ അടുത്തൊക്കെ ആയിട്ടാണ് എൻ്റെ വീട് വരുന്നത്. ഓക്കെ, എനിക്ക് തോന്നണത് ഇതാണ് എൻ്റെ വീടെന്ന്. കണ്ടുപിടിച്ചു. ഇതാണ് എൻ്റെ വീട്. ചോപ്പ് അവിടെ, ചോപ്പിനെ കാണാനില്ലല്ലോ. സ്നൈപ്പർ വെച്ചിട്ട് ഇത്ര സൂം ചെയ്യാൻ പറ്റണല്ലോ. എന്തെങ്കിലും ആവട്ടെ, അവിടെ പിന്നെ മിലിറ്ററി ബേസും ഉണ്ട്. ഇതേ നോക്കിയേ, ആകാശത്തിൽ കൂടെ ഒരു വിമാനം പറന്നു പോണു. ഒരെണ്ണല്ല, 2 ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല, നമുക്ക് നേരെ താഴത്തേക്ക് ചാടാം. ഞാൻ ആദ്യം വിചാരിച്ചത് ഇവിടെ വല്ല സ്വർണ്ണ ട്രഷറ അങ്ങനെ വലുതും ഉണ്ടാവുന്ന. ഇവിടെ ഒരു മണ്ണാങ്കട്ടിയില്ല, വെറുതെ കയറി വന്ന് എനർജി വേസ്റ്റാക്കി, അല്ലാണ്ട് വേറൊരു ഉപകാരം ഉണ്ടായില്ല. ഞാൻ പിന്നെ നന്നായി പാരച്ചൂട്ടൊക്കെ കൈപ്പിടിച്ചത്. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് മേലെന്ന് താഴത്തേക്ക് ചാടി. അല്ലെങ്കിൽ വീണ്ടും സ്റ്റെപ്പ് വഴി താഴത്തേക്ക് ഇറങ്ങേണ്ടി വന്നേനെ. ഓക്കെ, ഞാനങ്ങനെ താഴത്തേക്ക് എത്തിയേക്കാണ്. നൈസായിട്ട് തലയിടിച്ച് വീണു. വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നേരത്തെ ഞാൻ ഒരു ബർഗർ ഷോപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് ഇതായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് ബർഗർ തിന്നാൻ മോഹമൊന്നുമില്ല. നേരെ വീട്ടിലേക്ക് പോവാം. അല്ല, ഇവിടെ ഞാൻ എൻ്റെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് എവിടേക്ക് പോയി? എവിടേക്കാണ് പോയേ? നമുക്ക് ഈ കാറങ്ങ് എടുക്കാം. നമുക്കിനി പെട്ടെന്ന് വീട്ടിലേക്ക് പോയാൽ മതി. ഇവിടെ കുറേ പേര് ചത്തു കിടക്കണ്ടല്ലോ. ഇത് ഞാൻ മേലെന്ന് അടിച്ചിട്ട ആൾക്കാരാ. അവർ ഇവിടെ വന്ന് ചത്തു കിടക്കുന്നുണ്ട്. ഇവരടിക്കാനാണ് ഞാൻ മേലേക്ക് പോയത്, അല്ലാണ്ട് വേറെ ഒരു ഉപകാരം ഉണ്ടായില്ല. വെറുതെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല.